യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാകാത്ത സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങുകയാണ് അമേരിക്ക. റഷ്യയുടെ വരുമാനം കുറയ്ക്കുകയും യുദ്ധത്തിന് ആവശ്യമായ സാമ്പത്തിക ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുകയാണ് പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി റഷ്യയ്ക്കെതിരായ ഉപരോധം കൂടുതൽ ശക്തമാക്കുന്ന പുതിയ ബിൽ പാസാക്കാനുള്ള നടപടികളിലേക്ക് അമേരിക്ക സെനറ്റ് കടക്കുകയാണ്. റഷ്യയെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്തുക എന്നതാണ് പുതിയ ബില്ലിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കും ഇതിന്റെ സമ്മർദ്ദം നേരിടേണ്ടി വരും. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ റഷ്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളെയാണ് പുതിയ നീക്കത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ സെനറ്റിലെ അന്തരിച്ച അംഗവും റഷ്യയുടെ കടുത്ത വിമർശകനുമായിരുന്ന ലിൻസെ ഗ്രഹാമിന്റെ പേരിലാണ് പുതിയ ബിൽ അറിയപ്പെടുന്നത്. റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ വേണമെന്ന് നേരത്തെ തന്നെ ശക്തമായി അവകാശപ്പെട്ടിരുന്ന നേതാവായിരുന്നു ഗ്രഹാം. റഷ്യ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ വലിയ തീരുവ ചുമത്തണമെന്ന ആവശ്യവും അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. നേരത്തെ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ 500% വരെ തീരുവ ചുമത്തണമെന്നായിരുന്നു ലിൻസെ ഗ്രഹാം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ ബില്ലിൽ ഇത് 100% വരെ തീരുവയാക്കാനാണ് നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റുൽപ്പന്നങ്ങളും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിൽ. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്നതിലൂടെ റഷ്യയ്ക്ക് ലഭിക്കുന്ന വരുമാനം കുറയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പുറമെ സ്ലോവാക്യ, അസർബൈജാൻ, ഹംഗറി എന്നീ രാജ്യങ്ങളെയും ബില്ലിൽ പ്രധാനമായും പരാമർശിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വാങ്ങൽ തുടരുന്ന രാജ്യങ്ങളെയാണ് പുതിയ നിയമത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും സെനറ്റുമാർ ഒരുമിച്ചാണ് ഈ ബില്ലിനായി രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണയായി പല വിഷയങ്ങളിലും ഇരു പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ റഷ്യക്കെതിരായ കൂടുതൽ കടുത്ത നടപടികളുടെ കാര്യത്തിൽ ഇരു പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വരുന്നതാണ് ശ്രദ്ധേയമായത്. റഷ്യൻ സർക്കാരിനെയും റഷ്യയുമായി അടുത്ത ബന്ധമുള്ള സമ്പന്നരെയും ലക്ഷ്യമിട്ടുള്ള നടപടികളും പുതിയ ബില്ലിലുണ്ട്. റഷ്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കൂടുതൽ ഉപരോധം കൊണ്ടുവരാനാണ് നീക്കം. റഷ്യൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള അതിസമ്പന്നരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉപരോധത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ബിൽ ലക്ഷ്യമിടുന്നു. റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വിദേശ വ്യക്തികൾക്കും ഇതിന്റെ ഭാഗമായി തിരിച്ചടി നേരിടേണ്ടി വരും. റഷ്യൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം റഷ്യ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കപ്പലുകളും അമേരിക്കയുടെ പുതിയ നീക്കത്തിന്റെ പരിധിയിൽ വരും. ഇതിനകം ഉപരോധം നേരിടുന്ന റഷ്യൻ എണ്ണ കപ്പലുകൾക്കെതിരെയും കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് ബിൽ മുന്നോട്ട് വെക്കുന്നത്. റഷ്യയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് എണ്ണ കയറ്റുമതി. അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് റഷ്യയുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. റഷ്യയുടെ എണ്ണയ്ക്ക് വിപണി ലഭിക്കുന്നത് തടയുകയോ അതിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയോ ചെയ്താൽ റഷ്യയുടെ സാമ്പത്തിക നില ദുർബലപ്പെടുത്താൻ കഴിയുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. എന്നാൽ ഈ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. റഷ്യ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന വില ആനുകൂല്യവും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യയ്ക്കുള്ള പങ്കും പ്രധാനമാണ്. ആയതിനാൽ പുതിയ അമേരിക്കൻ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാം. ചൈനയും സമാനമായ സമ്മർദ്ദം നേരിടാനിടയുണ്ട്. റഷ്യയുമായി വലിയ സാമ്പത്തിക വ്യാപാര ബന്ധമാണ് ചൈനയ്ക്കുള്ളത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ചൈന വാങ്ങുന്നുണ്ട്. ആയതിനാൽ റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ വലിയ തീരുവ ചുമത്താനുള്ള നീക്കം ചൈനയ്ക്കും വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാം. അതേസമയം ബിൽ സെനറ്റിൽ പാസ്സാകുമോ എന്നതും ശ്രദ്ധേയമായ ചോദ്യമാണ്. വോട്ടെടുപ്പിലേക്ക് കടക്കാൻ സെനറ്റ് തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ ബില്ലിന്റെ ഭാവി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. ബിൽ പാസ്സായാൽ റഷ്യക്കെതിരായ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാകും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് പകരം സാമ്പത്തിക നിയന്ത്രണങ്ങളിലൂടെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. റഷ്യയുടെ വരുമാനം കുറയ്ക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ യുദ്ധം തുടരാനുള്ള ശേഷിയിലും അതിന്റെ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് അമേരിക്ക കണക്കാക്കുന്നത്. എന്നാൽ പുതിയ ബിൽ റഷ്യയെ മാത്രമല്ല ബാധിക്കുക. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് എണ്ണ വിപണിയിലാണ് കൂടുതൽ ആശങ്ക. ആയതിനാൽ സെനറ്റിലെ ഈ വോട്ടെടുപ്പ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അമേരിക്കയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.